ഹായ് എവരി വൺ. മെയ് 8 തുടങ്ങി ജൂൺ ആദ്യ വാരം വരെ ആയിരിക്കും CUT എക്സാം പല സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നടക്കുക. കഴിഞ്ഞ വർഷം വരെ നിങ്ങൾക്കറിയാം നീറ്റിനും ജെഇക്കും ഇല്ലാതിരുന്ന പല ചാപ്റ്റേഴ്സും നമുക്ക് CUT എക്സാമിന് ഉണ്ടായിരുന്നു. അതായത് മെറ്റലർജി, സർഫസ് കെമിസ്ട്രി, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, പോളിമേഴ്സ്, ഇതൊക്കെ നമ്മുടെ NCERT പുതിയ പാറ്റേൺ പ്രകാരം റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീറ്റ് ജെഇ എക്സാമുകൾക്കും ഈ ചാപ്റ്റേഴ്സ് ഇല്ലായിരുന്നു. ഈ വർഷം CUT എക്സാമിനുള്ള സിലബസ് കെമിസ്ട്രിക്ക് എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ചാപ്റ്റേഴ്സ് നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, DNF ബ്ലോക്ക് എലമെന്റ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഹാലോ ആൽക്കിൻ ഹാലോവരീൻസ്, ആൽക്കോഹോൾ ഫീനോൾ ആൻഡ് ഈത്തേഴ്സ്, ആൽഡിഹൈഡ് കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്, അമൈൻസ് ആൻഡ് ബയോമോളിക്യൂൾസ്. അതായത് ശരിക്കും പറഞ്ഞ ഒരു ഹാപ്പി ന്യൂസ് ആണ്. കഴിഞ്ഞ വർഷം വരെ ബാക്കിയുള്ള സബ്ജക്റ്റുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കെമിസ്ട്രി വാസ് ടു വാസ്റ്റ്. കുറേ അധികം ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. നീറ്റിനോ ജെഇക്കോ നമ്മുടെ ബോർഡ് എക്സാമിന് പോലുമോ പഠിക്കാനുണ്ടായിരുന്ന ചാപ്റ്ററിന് പുറമെ വേറെ ചില ചാപ്റ്റേഴ്സ്, മെറ്റലർജി, സർഫസ് കെമിസ്ട്രി, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, പോളിമേഴ്സ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഈ വർഷം CUT എക്സാമിൻ്റെ പുതിയ സിലബസ് പ്രകാരം ഈ ചാപ്റ്റേഴ്സ് എല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ 12th ബോർഡ് എക്സാമിന് നമ്മൾ കെമിസ്ട്രിക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സും ടോപ്പിക്കുകളും പഠിക്കുന്നുണ്ടോ ആ ടോപ്പിക്കുകൾ തന്നെയാണ് നമ്മുടെ CUT എക്സാമിൻ്റെ സിലബസിൽ ഈ വർഷം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് വെച്ചിട്ട് 11th കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? അത് ടില്ലതാണ്. കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. പല ടോപ്പിക്കുകളും 11th നിന്ന് 12th കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ്റെ ഒരു കംപ്ലീഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോ കെമിസ്ട്രി. സോ റിഡോക്സ് റിയാക്ഷൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കുന്നത് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. മോൾ കോൺസെപ്റ്റും 12th സൊല്യൂഷൻസും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ടോപ്പിക്കുകളുമാണ്. സോ മോൾ കോൺസെപ്റ്റിൻ്റെ ബേസിക് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ 12th ഓർഗാനിക്, 11th ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, നോമൻ ക്ലേച്ചർ, ഐസോമെറിസം ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ മാർക്കോണിക്കോ ആൻറ്റി മാർക്കോണിക്കോ റൂളുള്ള ഐഡിയാസ്, ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. സോ 11th ചില ടോപ്പിക്കുകൾ നിങ്ങൾ റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് റിഡോക്സ് റിയാക്ഷൻ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിസ്ട്രി ഈസി ആയിരിക്കും. മോൾ കോൺസെപ്റ്റ് എന്തായാലും 12th എല്ലാ ടോപ്പിക്കുകളിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ 11th ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഹൈഡ്രോ കാർബൺ നിങ്ങൾക്ക് 12th ഓർഗാനിക്കിൽ ഹെൽപ്പ് ചെയ്യും. പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് നിങ്ങളുടെ 12th ഓർഗാനിക് കെമിസ്ട്രിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 11th എല്ലാ ടോപ്പിക്കിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നല്ല, പകരം ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട് എങ്കിൽ 12th നിങ്ങളുടെ കെമിസ്ട്രി പഠനം കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.